നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അത്യാവശ്യമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ അനുഭവത്തിലും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളുടെയും 100% അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് വളരെ വണ്ടർഫുള്ളായ രീതിയിൽ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക താഴെ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ആ ടെക്നിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വർക്കാവുന്ന 100% വർക്കാവുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. കാരണം ബിലീഫ്, നിങ്ങളുടെ ചിന്തയിൽ വിശ്വാസം, നിങ്ങളുടെ ബ്രെയിനിൽ അത് ആഴത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പ്രിൻ്റ് ആവുകയും നിങ്ങൾക്കത് അതിവേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാകുള്ളൂ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കത് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ടോടു കൂടിയോ സെൽഫ് ഡൗട്ടോടു കൂടിയോ ഇതൊക്കെ നടക്കോ ഇല്ലേ എന്നുള്ള സംശയത്തോടു കൂടി നിങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് ഞാൻ ആദ്യമേ പറയട്ടെ. അപ്പോൾ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് സംശയങ്ങൾ പല വീഡിയോസും ചോദിക്കാറുള്ളത്, ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതാൻ പറ്റുമോ? ഇത് ഒരാഗ്രഹം മാത്രം എഴുതാൻ പറ്റുള്ളൂ. ഒരു സമയം ഒരാഗ്രഹം, അത് നടന്നതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് വീണ്ടും അടുത്ത ആഗ്രഹം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് മറ്റൊന്നുമല്ല, ഇത് നിങ്ങളുടെ പില്ലോ, നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പില്ലോ, തലയിണ, ആ തലയിണയുടെ ഒരു കവർ ഉണ്ടാവുമല്ലോ, പില്ലോയുടെ മുകളിലിട്ടിരിക്കുന്ന കവർ, ആ പില്ലോയുടെ കവറിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ് ഈ പില്ലോ ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ആദ്യം നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം ആദ്യം നിങ്ങൾ ഒരു ചെറിയ പീസ് പേപ്പറിൽ നിങ്ങൾ എഴുതുക. ഇത് എഴുതിയതിന് ശേഷം എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? ആ ആഗ്രഹം ഞാൻ പറയാറുണ്ട് എപ്പോഴും, ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതിന് നന്ദി. ഞാൻ പറഞ്ഞു, ജോലിയാവട്ടെ, നിങ്ങളുടെ വിവാഹമാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമോഷൻ ആവട്ടെ, നിങ്ങളുടെ വിവാഹമാണ്, എന്തുമാകട്ടെ, ആ കാര്യം ഇപ്പോൾ നടന്ന് കഴിഞ്ഞതിന് നന്ദി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാക്ക് എഴുതേണ്ടത്, സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അല്ലാതെ എനിക്കത് കിട്ടണം എന്നല്ല. കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇല്ലായ്മയാണ് നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞത്. അപ്പോൾ ഇല്ലായ്മ പറയുമ്പോൾ ഇല്ലായ്മ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുള്ളൂ. അത് നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നടന്ന് കിട്ടിയതായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്ത് ആഗ്രഹം വേണമെങ്കിലും എഴുതാം. ഒരാഗ്രഹമാണ്, ഒരു സമയം എഴുതാൻ പറ്റുള്ളൂ. ആഗ്രഹം എഴുതുമ്പോൾ ആ ആഗ്രഹം സാധിച്ച് കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിണയുടെ പില്ലോയുടെ കവറിൻ്റെ അകത്തേക്ക്, അതായത് വീണ്ടും പലരും സംശയം ചോദിക്കും, പില്ലോയുടെ കവർ മാത്രം എടുത്തിട്ടാൽ മതിയോ? അങ്ങനെയല്ല. നിങ്ങളുടെ പില്ലോ, രാത്രി നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പില്ലോയുടെ കവറിനകത്തേക്ക് ഇത് ഇൻസർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പില്ലോ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കിടന്നുറങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്ന് കിട്ടിയ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിൽ വേണം. സന്തോഷത്തോടെ ആയിരിക്കണം നിങ്ങൾ ആഗ്രഹം നടന്ന് കിട്ടിയ ഫീലിങ്സ് അനുഭവിച്ച് ആ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സന്തോഷമായിരിക്കില്ലേ? സമാധാനമായിരിക്കില്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് ഉള്ളതുപോലെ ഫീൽ ചെയ്യണം. നിങ്ങൾ ആ ആഗ്രഹം നടന്നു കിട്ടിയ കഴിഞ്ഞ സന്തോഷം ഇപ്പോൾ ഉള്ളതുപോലെ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ട്. എന്നിട്ട് വേണം ഈ പില്ലോയുടെ ഉള്ളിൽ എടുത്ത് വെക്കാൻ. എന്നിട്ട് നിങ്ങൾ ദിവസം ആ പില്ലോയുടെ മുകളിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ വീണ്ടും വേറൊരു സംശയം പിന്നീട് വരാം. ഈ പില്ലോ കവർ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് എടുക്കുമല്ലോ, തലയിണയിൽ നിന്ന് പില്ലോയിൽ നിന്ന് ഊരി എടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള സംശയം വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ എഴുതിയ പീസ് പേപ്പർ എടുത്തിട്ട് പുതിയ പില്ലോ കവർ ഇടുമല്ലോ, ഒരു പില്ലോ കവർ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് എടുത്തു കഴിയുമ്പോൾ പുതിയ പില്ലോ കവർ ഇടും. ആ പില്ലോ കവറിൻ്റെ അകത്ത് വീണ്ടും ഇത് ഇൻസർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കും. ഇത് നിങ്ങൾ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. ഇതിനെക്കുറിച്ച് ഓർക്കുകയും ആ നടന്ന് കിട്ടിയ ഫീലിങ്സ് അനുഭവിച്ചിട്ട് വേണം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ രാത്രി മുഴുവൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വർക്ക് ചെയ്യുകയും
അതിവേഗത്തിൽ അത് സാധ്യമാക്കി തരാൻ വേണ്ടുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും സന്ദർഭങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു തരും. നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പണിംഗ്, ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് പ്രപഞ്ചം, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു ടെക്നിക്കാണ്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. വേറെ ചിലവൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വേറെ പൈസ ചിലവും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ മൈൻഡിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പല തടസ്സങ്ങളുണ്ടാവും നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട്. ഈ ബ്ലോക്കുകളെ 100% നമുക്ക് സൊല്യൂഷനുണ്ട്. സോൾവ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.